ഇച്ചിരി മതം ഇതിൽ നേരെ അങ്ങനെ പോയി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പാലത്തിൻ്റെ മേലെ കൂടെ കയറി കാണാൻ എങ്ങനെ ഇറങ്ങാം. നേരെ സെൽവാർ റോട്ടിനാണ് ചെന്ന് കയറുന്നത്. നമ്മുടെ ലാൻഡ്മാർക്കിൻ്റെ അടുത്തുള്ള പാലാണ്. ഇസ്താമാളാണ് ഈ സൈഡിൽ, വലത്തേ സൈഡിലുള്ള ഇസ്താമാളാണ്. അപ്പോൾ ഈ പാലത്തിന് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങുന്നത് കറാഫിൻ്റെ ഭാഗമാണ്. ഈ റോഡ് നേരെ ചെല്ലുന്ന നമ്മുടെ എയർപോർട്ടിലേക്കാണ്, അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് എത്തുന്നത്. നമുക്ക് ഇവിടുന്ന് അൽവാബ് സിഗ്നലിന് റൈറ്റ് പോകാം. ഇവിടുന്ന് നമുക്ക് നേരെ ഇവിടുന്ന് റൈറ്റ് കയറാണ്ട്. നമ്മൾ പോകുന്നത് ഹൈവേ റോഡിലാണ്. ഹൈവേ റോഡിൽ നിന്ന് നമുക്ക് റൈറ്റ് കയറി കഴിഞ്ഞാൽ അൽവാബിക്ക് ഇറങ്ങാൻ പറ്റും. ഇവിടുന്ന് റൈറ്റ് ഇറങ്ങും. കുറേ മുന്നേ ഒരു 10 കൊല്ലം മുന്നൊക്കെ ഇവിടെ ഖത്തറിൽ വന്നുകൊണ്ട് പോയ ആൾക്കാരൊക്കെ ഇപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ റോഡും കാര്യങ്ങളും ഓവർ ബ്രിഡ്ജൊക്കെ വന്നതിനെ കൊണ്ട് ലേശര് സ്വീപ്പാണ്. ലൊക്കേഷൻ ഉണ്ടായതിനെ കൊണ്ട് ലൊക്കേഷൻ പ്രകാരം നോക്കി അങ്ങനെയാണ് പോവുക ചെയ്യാം. എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് റോഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. ഇത് അൽവാബ് സിഗ്നൽ ഇൻ്റർസെക്ഷൻ. ഇവിടുന്ന് റൈറ്റ് കയറിയിട്ട് അടുത്ത സിഗ്നലിൽ നമുക്ക് ലെഫ്റ്റ് പോകേണ്ടത്. ഈ റോഡ് നേരെ ചെല്ലുന്നത് വിലാജിയ മാളിൻ്റെ ഭാഗത്തേക്കാണ്. വിലാജിയ മാള്, സനായ, അതേമാതിരിക്ക് മുറ, ആ ഭാഗത്തേക്കൊക്കെ എത്തുന്ന റോഡാണത്. മദീനത്ത് മുറ, പിന്നെ മൈദർ ആ ഭാഗങ്ങൾക്കൊക്കെ എത്തും. നമുക്ക് ഈ സിഗ്നലിന് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇതിൻ്റെ റൈറ്റ് സൈഡ് അസിസിയാണ്. അസിസിയൻ്റെ ഭാഗത്താണ് ഞാൻ പോകുന്നത്. ഈ കട ഉള്ളത്, ചോക്ലേറ്റ് കട ഉള്ളത്. വണ്ടി ബെന്റിലിയാണ്. സിഗ്നലിൽ നിൽക്കുന്ന നമ്മൾ മുന്നിൽ നിൽക്കുന്ന വണ്ടി ബെന്റിലിയാണ്. റോൾസ് റോയ്സ്, ബെന്റിലി ഒക്കെ ഒരേ ഇതിൽപ്പെട്ട വണ്ടിയാണ്. ചോക്ലേറ്റ് കട ഇവിടെ ഈ ഭാഗത്താണ്.
അൽ ഷാബി എന്നാണ് ചോക്ലേറ്റ് കളറിൻ്റെ പേര്. ഉള്ളിൽ കയറിയാണ്. നമുക്ക് പറ്റിയൊരു പാർക്കിംഗ് കിട്ടി. അൽ ഷാബി. അൽഷാബ് എന്ന് പറഞ്ഞ കടയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചോക്ലേറ്റ്, എല്ലാ ഐറ്റംസും ചോക്ലേറ്റുകളുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ ബദാം, പിസ്ത, എല്ലാ ഐറ്റംസും സാധനങ്ങളും ഉണ്ട് ഇവിടെ ഈ കടയിൽ. പിന്നെ വിലയിൽ നോക്കാതെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. വിലക്ക് കുറവുണ്ട് ഇവിടെ. പിന്നെ നല്ല ഫ്രഷ്നെസ് സാധനങ്ങളായിരിക്കും ഇവിടെ കിട്ടുന്നതൊക്കെ. നല്ല പുതിയ സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കുറച്ച് ആൾ ഒഴിവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. വെച്ചാൽ നിറയെ പെണ്ണുങ്ങളായിരിക്കും കൂടുതലും, അറബികളായിരിക്കും കൂടുതലുണ്ടാവില്ല. ഈ രാവിലെ സമയം അതിനെക്കൊണ്ട് രാവിലെ ഞാനൊരു 10 മണിക്കാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഈ സമയത്ത് അങ്ങനെ കൂടുതൽ ആളുകളൊന്നുമില്ല. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞാണെങ്കിൽ കൂടുതൽ ആളുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. വീഡിയോ എടുക്കാൻ പറ്റായില്ല. അവിടെ അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ള എഴുതി വെച്ചിട്ടൊന്നുമില്ല. പിന്നെ അതേമാതിരിക്ക് ഈത്തപ്പഴത്തിൻ്റെ എല്ലാ ഐറ്റംസുകളുണ്ട്. ഈത്തപ്പഴം, അതേമാതിരിക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അല്ലാതൊക്കെ പിസ്തകൾ ഐറ്റംസുകളാണ്. എല്ലാ ഐറ്റംസുകളും ഉണ്ട്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതേമാതിരിക്ക് വാൽനട്ട്, എല്ലാ ഐറ്റംസുകളും ഉണ്ട്. തൊലി ഇതിൻ്റെ അടുത്ത് തന്നെ കാപ്പിപ്പൊടി പൊടിക്കുന്നുണ്ട്. കാപ്പി ഇവിടെ നിന്ന് തന്നെ ഫ്രൈ ചെയ്തിങ്ങാണ്ട് പൊടിച്ച് തരും. നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ നിന്ന് പൊടിച്ച് തരും. പിന്നെ ഇത് തുർക്കിഷ് കോഫി അതൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് പൊടിക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇത് കാപ്പി പൊടിച്ചിട്ട് അവർ പാക്കറ്റ് ആക്കിയിട്ട് വെക്കുന്നതാണത്. ഇത് കാപ്പി പൊടിക്കുന്നതാണ്. കാപ്പി പൊടിക്കുന്ന മെഷീനാണത്. മെഷീൻ വെച്ചിട്ട് പൊടിച്ചിട്ട് നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് അവരവിടെ നിന്ന് തൂക്കിങ്ങാണ്ട് തരും ചെയ്യും. നമ്മളെ മോഡലിനനുസരിച്ചിട്ട്, നമ്മളെ ആ ടേസ്റ്റിനനുസരിച്ചിട്ട് അവരവിടെ നിന്ന് പൊടിച്ച് തരും ചെയ്യും. ഈ കൊട്ടയിലുള്ള 3 ഐറ്റംസ് കോഫി ഉണ്ട്. ഈ 3 കോഫി ഐറ്റംസാണ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ ഈ ഒരു 3 ഐറ്റംസും കൂടി മിക്സ് ആക്കിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അത് തൂക്കിക്കൊണ്ട് നിൽക്കുകയാണ്, കവറിൽ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ വില ചോദിച്ചവൻ പറഞ്ഞ് 48 റിയാലാണ് 1 കിലോന് പറഞ്ഞു. അപ്പോൾ ഒരു 2 കിലോന് വെച്ചിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 കിലോ അവർ തൂക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ചോക്ലേറ്റ് വാങ്ങിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിൽ പോവാണ്. വില കുറവുണ്ട് ഇവിടെ. അത് മറ്റുള്ളിടത്ത് മാറില്ല. ഇവിടെ ഈ സമയത്ത് ഇപ്പോൾ കുറച്ച് ആൾ കുറവാണ്, തിരക്ക് കുറവാണ്. പക്ഷെ വൈകുന്നേരം കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. നോമ്പ് സമയത്ത്, പെരുന്നാൾ സമയത്തൊക്കെ ഭയങ്കര തിരക്ക്. അതിൻ്റെ അകത്ത് കയറാൻ പറ്റും. അമ്മാതിരി തിരക്കാണ് ഈ കാണാൻ. ഇവിടുത്തെ കച്ചവടം എന്ന് പറഞ്ഞാൽ കൂടുതലും ഇവിടുത്തെ സ്വദേശികളാണ് ഉള്ളത്. സ്വദേശികളെ കച്ചവടമാണ് കൂടുതലുള്ളത്. നമ്മളെ വിദേശികൾ, നമ്മളെമാതിരിയുള്ള മലയാളീസ് ഇവരൊക്കെ വളരെ കുറവാണ് വരൽ. പക്ഷെ എന്നാലും നമ്മൾ മാർക്കറ്റ് അനുസരിച്ച് നോക്കുക, അതിൻ്റെ വില കുറവുണ്ട്. ഞാൻ നോക്കിയിട്ട് 2 കവറിൽ ആക്കിയിട്ടുണ്ട്. 2 കിലോനാണ് വാങ്ങിച്ചത്. 3 പാക്കറ്റ് ആക്കിയിട്ട് തന്നിട്ടുണ്ട്. കിലോന് വരുന്നത് 48 റിയാലാണ്. ഇവിടെ 2 സൈഡിലും റെസ്റ്റോറൻറ്റുകളാണ് ഉള്ളത്. ഫുള്ള് ഫാസ്റ്റ് ഫുഡിൻ്റെ ഏരിയകളാണ് ഉള്ളത്. അൽബാബ് സിഗ്നലിന് നേരെ വന്നു കഴിഞ്ഞാൽ, വില്ലാജ് റോഡിൽ നേരെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സിഗ്നലിന് ലെഫ്റ്റിക്ക് കയറി കഴിഞ്ഞാൽ 2ാമത്തെ സിഗ്നലിന് റൈറ്റ് സൈഡിൽ തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത്.
അടുത്തുള്ള കടയിൽ ഫുഡ് വേൾഡ് പോയിങ്ങാണ്ട് 3 മഷ്റൂം വാങ്ങിക്കാനുണ്ട്. വരുന്ന വരവിൽ തന്നെ മേടിച്ചുകൊണ്ട് പോകണം. അങ്ങനെ ചോക്ലേറ്റ് വാങ്ങിച്ച് ഇപ്പോൾ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.